ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് പച്ചപ്പിന്റെ പറുദീസയായ വിനോദസഞ്ചാരങ്ങളുടെ കേന്ദ്രമായ വയനാടിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാമൂതിരിയുടെ നഗരമായ കോഴിക്കോട് നിന്ന് വളരെ അകലെയല്ലാതെ ഒരു നാടുണ്ട്. എന്നിട്ടും കേരളത്തിലെ കാർഷിക വ്യവസായിക കേന്ദ്രങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു ലോകമുണ്ട്. പ്രകൃതി രമണീയമായ വന്യജീവികളും പരമ്പരാഗത കാര്യങ്ങളും ലാളിത്യവും ഒരു പുണ്യമാണ്. പർവ്വത ചക്രവാളത്തിൽ നിന്നും ആകർഷകമായ സസ്യജാലങ്ങളുടെ പച്ച നിറത്തിൽ നിന്നും സൗന്ദര്യം എപ്പോഴും പൂക്കുന്ന ശാന്തമായ സ്ഥലമാണിത്. ഇതാണ് വയനാട്, പച്ചപ്പിന്റെ പറുദീസയുടെ നാട്. വയലുകളുടെ ഗ്രാമം, വയൽനാട് എന്ന പ്രയോഗത്തിൽ നിന്നാണ് വയനാട് എന്ന പേര് ഉരുത്തിരിഞ്ഞത്. വെറ്റാത്ത തോട്ടവിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും കൃഷിയാണ് ഉയർന്ന തരത്തിലുള്ള ഈ ജില്ലയുടെ സവിശേഷത. കാപ്പി, തേയില, കുരുമുളക്, ഏലം, റബ്ബർ എന്നിവയാണ് പ്രധാന തോട്ടവിളകൾ. 1991 സെൻസസ് പ്രകാരം 6,72,128 ജില്ലയിലെ ജനസംഖ്യ. പട്ടികജാതിയും പട്ടികവർഗക്കാരും കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നഗരവാസികൾ കുറവാണ് എന്ന് പറയാം. എടക്കൽ ഗുഹകളുടെ ആസ്ഥാനമായ വയനാട് ജില്ലയിൽ ചരിത്രാതീത കാലം മുതൽ മനുഷ്യവാസമുണ്ട്. കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട്. ഇവിടുത്തെ ഗോത്രഭാഷകളായ റവുള ഭാഷയും പണിയ ഭാഷയും മലയാളവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിന് രൂപം കൊടുത്തത്. കബനി നദിയാണ് പ്രധാന നദി. വയനാട് ജില്ലയുടെ മൊത്തം വിസ്തൃതി 2131 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഭൂവിഭാഗത്തിന് 38% വനമാണ്. വയൽനാട്, വഴിനാട്, വനനാട് എന്നിവയിൽ നിന്നാണ് ജില്ലയ്ക്ക് വയനാട് എന്ന പേര് വന്നത് എന്ന് ചിലർ പറയുന്നു. മാനത്തേക്ക് കയറാനുള്ള ഏണിപ്പടികൾ പോലെയുള്ള ഇവിടുത്തെ ചുരങ്ങൾ സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്ന കാഴ്ചയാണ്. വയനാട് യൂറോപ്പ് ആയിരുന്നുവെങ്കിൽ അതൊരു മനോഹരമായ ഉല്ലാസ കേന്ദ്രമാകുമായിരുന്നുവെന്ന് ഒരിക്കൽ മദ്രാസ് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. ചെമ്പ്ര കൊടുമുടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. കബനി നദിയാണ് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയും കൂടിയാണ് വയനാട്. 1980 നവംബർ 1 ഈ ജില്ല രൂപീകരിക്കപ്പെട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.